അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖാല ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം 40 സന യതീഹൂന ഫിൽ അർദ് ഫലാ തഅസ അലൽ ഖൗമിൽ ഫാസിഖീൻ. സദഖല്ലാഹുൽ അലീയുൽ അദീം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മാഇദയിലെ 26-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്രായേൽ ജനതയും തമ്മിലുള്ള ഒരു ചരിത്രം. ആ ചരിത്രത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ആയത്താണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഇനി അടുത്ത ആയത്തുകളിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 2 മക്കളുടെ അല്ലെങ്കിൽ ദുന്യാവിൻ്റെ മാനവ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇവിടെ കഴിഞ്ഞ ആയത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹികെട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രാർത്ഥന, ഫഫ്റുഖ് ബൈനന വബൈനൽ ഖൗമിൽ ഫാസിഖീൻ, ഞങ്ങൾക്കും ഫാസിഖുകളായ ഈ ജനതക്കുമിടയിൽ നീ വേർതിരിവ് കൽപ്പിക്കണമേ എന്നുള്ളതായിരുന്നു പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നൽകിയിട്ടുള്ള മറുപടിയാണ് ഈ ആയത്തിൽ ഖാല ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. അപ്പോൾ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയാണ്. പ്രവാചകന്മാരുടെ പ്രാർത്ഥന സ്വാഭാവികമായും അള്ളാഹുവിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ കൂടുതൽ സ്വീകരിക്കുവാൻ കൂടുതൽ സാധ്യതയുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് അതേ സ്പോട്ടിൽ തന്നെ മറുപടി വന്നു. ആ മറുപടിയാണ് ഖാല ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം. ഇന്നഹ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തു വന്നിട്ടുള്ള അൽ അർളുൽ മുഖദ്ദസ. അപ്പോൾ ആ പവിത്ര അല്ലെങ്കിൽ വിശുദ്ധ ഭൂമി മുഹറമത്തുൻ അലൈഹിം, അവർക്ക് മേൽ മുഹറമത്താണ് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം. ഹറാമാണ് എന്ന് പറഞ്ഞാൽ ആ ഭൂമി ഹറാമാണ് എന്നുള്ളതാണ്. അതിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ഹറാം എന്ന് പറയുമ്പോൾ മഹാരിമുല്ലൈൽ, അറബിയിൽ സാധാരണ ഒരു പ്രയോഗമാണ് മഹാരിമുല്ലൈൽ. മഹാരിമുല്ലൈൽ എന്ന് പറഞ്ഞാൽ മഖാവിഫുഹു എന്ന് പറയാം. രാത്രിയുടെ ഭയം എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ. ഇപ്പൊ ആളുകൾ രാത്രിയിൽ ഇറങ്ങി നടക്കാൻ ഭയം കാണിക്കുന്ന ചില അപകടങ്ങളുണ്ട്. ആ അപകടങ്ങളെ കുറിക്കാൻ അല്ലെങ്കിൽ ഇറങ്ങി നടക്കുന്നതിൽ നിന്ന് തടയുന്ന കാര്യങ്ങളെ കുറിക്കാനാണ് എന്ത് പറയുക, ഈ മഹാരിമ് എന്ന് പറയുക. മഖാവിഫുല്ലത്തി യഹ്റുമു അല അൽ ജുബാനി അൻ യസ്ലുക ഫീഹ. ഒരു സാധാരണ ധൈര്യമില്ലാത്ത ഒരു മനുഷ്യന് രാത്രിയിൽ ഇറങ്ങി നടക്കാൻ തടയുന്ന കാരണങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനാണ് എന്ത് പറയുക, മഹാരിമുല്ലൈൽ എന്ന് പറയുക. അപ്പോ ശരിക്ക് അവിടെയും അടിസ്ഥാനപരമായിട്ട് മനഅ എന്നാണ് അതിന്റെ ഉദ്ദേശം. മനഅ എന്ന് പറഞ്ഞാൽ തടയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അറബി ഭാഷയിൽ ഒരു പ്രസിദ്ധമായ പ്രയോഗമാണ് നാഖത്തുൻ മുഹറമത്തുൻ ഇദാ കാനത് സുഊബതൻ. നാഖത്തുൻ മുഹറമത്തുൻ ഇദാ കാനത് സുഊബതൻ ലം തുറൽ വലം തുദല്ലൽ എന്ന് പറഞ്ഞാൽ ഇണങ്ങാത്ത ഒട്ടകത്തിനാണ് എന്ത് പറയുക, നാഖത്തുൻ മുഹറമത്തുൻ എന്ന് പറയുക. ലം തുറൽ വലം തുദല്ലൽ എന്ന് പറഞ്ഞാൽ അതിനെ പ്രത്യേകിച്ച് പരിശീലിപ്പിക്കാനോ അതല്ലെങ്കിൽ ഇണക്കാനോ ഒന്നും സാധിക്കുകയില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന് നാഖത്തും മുഹറമത്തും എന്ന് പറയാനുള്ള കാരണം അതിന്റെ പുറത്താരും യാത്ര ചെയ്യൂല. സ്വാഭാവികമായിട്ടും യാത്ര മംനൂ ആണ് അതിന്റെ പുറത്ത്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അറാദൽ ബദാവത ഫഅർസല ഇലയ്യ നാഖതൻ മുഹറമതൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗ്രാമദേശത്ത് പോയി താമസിക്കാൻ ഉദ്ദേശിച്ചു. ഫഅർസല ഇലയ്യ നാഖതൻ മുഹറമതൻ. ആ ഒരു ആവശ്യത്തിന് എന്റെ അടുത്തേക്ക് എനിക്ക് വേണ്ടിയിട്ട് ഒരു നാഖ മുഹറമ, ആരും കയറാത്ത ഒരു ഒട്ടകത്തെ പറഞ്ഞയച്ചു അല്ലെങ്കിൽ കൊടുത്തയച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അപ്പൊ ശരിക്ക് ഈ ഹറാമ് എന്നുള്ള പദം കടന്നു വരുന്നത്, അതായത് നിഷിദ്ധം എന്നുള്ള അർത്ഥത്തിൽ കടന്നു വരുന്നത് തടയപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തില്ല. മനഅ എന്നുള്ളതാണ് അതിന്റെ അസ്ല്. ഈ രണ്ട് പ്രയോഗങ്ങളിൽ നിന്നും കടന്നു വരുന്ന അർത്ഥം മനഅ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് നമ്മൾ സാധാരണ പറയും. ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് നമ്മള് എന്താണ് അഹ്റമ യുഹ്രിമു, ഇഹ്റാം. ദഖല ഫിൽ ഹറമി എന്ന് പറയും, ദഖല ഫി അൽ ഇഹ്റാമി എന്ന് പറയും. അത് പറയാനുള്ള കാരണം ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി പല സംഗതികളും എന്തായിത്തീരും, മംനു ആയിത്തീരും. ഉദാഹരണമായിട്ട് സുഗന്ധദ്രവ്യങ്ങള്, അതല്ലെങ്കിൽ മറ്റ് വേട്ടയാടല്, വിവാഹം കഴിക്കല്, ഇത്തരം സംഗതികളൊക്കെ എന്താണ്, മംനു ആണ്. അപ്പോ ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് മുഹ്രിം എന്നുള്ള അർത്ഥത്തിൽ, ഇവിടെ യഥാർത്ഥത്തിൽ മംനു ആയതുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിക്കുന്നത്. ഈ അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ മനഅ എന്നുള്ള അർത്ഥത്തിൽ തന്നെയും ഈ പദം വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. വഫീ അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സായിലി വൽ മഹ്റൂം. സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിടത്ത് വഫീ അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സായിലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്ന ആളുകൾക്കും മഹ്റൂമികൾക്കും എന്ന് പറയുന്നുണ്ട്. മഹ്റൂം എന്ന് പറഞ്ഞാല്, മഹ്റൂം എന്ന് പറഞ്ഞാല് അതായത് ഈ പറഞ്ഞ മംനു ആണ് എന്ന് പറഞ്ഞാല് ധനം തടയപ്പെട്ട ആളുകൾക്ക്, സമ്പത്ത് തടയപ്പെട്ട ആളുകൾക്ക്. അപ്പോ ആ ഭാഷാപരമായ അർത്ഥത്തിൽ തന്നെയും എന്ത് പ്രയോഗിച്ചിട്ടുണ്ട്, ഈ പദം വിശുദ്ധ ഖുർആന് പ്രയോഗിച്ചിട്ടുണ്ട്. ഈ സാധാരണ എന്താണ് നമ്മള് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോ എങ്ങനെ പ്രവേശിക്കുക, എന്ത് കിട്ടിയിട്ടാ പ്രവേശിക്കുക? തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ് പറയുക. അപ്പൊ അതിലെ ഹദീസിൽ വന്നിട്ടുള്ളത് വതഹരീമുഹാ തക്ബീറത്തുൻ, വതഹരീമുഹാ തക്ബീറത്തുൻ. നമ്മള് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയാനുള്ള കാരണം, നമ്മൾ അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പല സംഗതികളും അതോടുകൂടി എന്തായി, മംനു ആയിത്തീർന്നു. സാധാരണ വർത്താനം പറയുന്നത് പോലെ വർത്താനം പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ സാധാരണ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ പറ്റില്ല. അങ്ങനെ കുറെ സംഗതികൾ അതോട് കൂടിയിട്ട് എന്താവും, മംനു ആയിത്തീരും എന്നുള്ളത് കൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്, തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. അപ്പോ ഭാഷാപരമായി ഈ തഹ്രീം എന്നുള്ളത് മൻഇൽ നിന്ന് വന്നതാണ്, തടയുക എന്നുള്ളതിൽ നിന്ന് വന്നതാണ്. അതിന് പല രൂപത്തിൽ വരും. ഞാൻ പറഞ്ഞു, ഒരു സംഗതി പവിത്രമായതുകൊണ്ട് തടയും, ഒരു കാര്യം മ്ലേച്ഛമായതുകൊണ്ടും തടയും. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. ഹറം പവിത്രമായതുകൊണ്ടാണ് അതിന്റെ പല കാര്യങ്ങളും മംനു ആയിട്ടുള്ളത്. മറ്റ് ഇപ്പൊ പന്നിയിറച്ചി, മദ്യം, അതുപോലുള്ള സംഗതികളൊക്കെയും മംനു ആയിട്ടുള്ളത് അത് ദോഷകരമായത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ ഉപയോഗിക്കുന്നത് മനുഷ്യന് ദോഷമുള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ പല രൂപത്തിലും മംനു ആയിത്തീരും. അപ്പോ എന്താണ്, വിശുദ്ധ ഖുർആനും അതുപോലെ തിരുസുന്നത്തും ധാരാളമായി പ്രയോഗിച്ചിട്ടുള്ള പദപ്രയോഗങ്ങളിൽ ഒന്നാണ് എന്ത്, ഈ പറയുന്ന ഹറം അല്ലെങ്കിൽ ഹറാം എന്നൊക്കെ പറയുന്ന പദങ്ങൾ. അതിൽ പെട്ടതാണ് അൽ ബൈത്തുൽ ഹറാം, അൽ മസ്ജിദുൽ ഹറാം, പിന്നെ അൽ ബലദുൽ ഹറാം, പിന്നെ ഇങ്ങനെ കുറെ പ്രയോഗങ്ങൾ. അഷ്ഹറുൽ ഹറാം, ഷഹറുല്ലാഹിൽ മുഹറം, ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിലേക്ക് ചേർത്തിട്ടുള്ളത് ശരിക്ക് അതിന്റെ താളീമിന് വേണ്ടിയിട്ടാണ് മുഹറം അള്ളാഹുവിലേക്ക് ചേർത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മുഹറം എന്ന് പറയുന്നത് മംനൂഉൽ ഖിതാൽ, അതില് ഖിതാല് പാടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, പോറലേൽപ്പിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും പാടില്ല. വിശുദ്ധ ഖുർആനിൽ തന്നെ ആ അർത്ഥത്തിൽ അത് പ്രയോഗിച്ചിട്ടുണ്ട്. എന്താണ്, മിൻഹ ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹ അർബഅത്തുൻ ഹുറും, മിൻഹ
അർബഅത്തുൻ ഹുറും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഈ എന്താ പറയാ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന സമയത്ത് മഹ്റമുകൾ കൂടെ വേണമെന്ന് പറയാറുണ്ട്. അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസിലെ ലാ തുസാഫിർ ഇംറഅത്തുൻ ഇല്ലാ മഅ ദി മഹ്റമിൻ മിൻഹ ഇല്ലാ മഅ ദി മഹ്റമിൻ മിൻഹ. അപ്പൊ അവിടെ ശരിക്ക് മഹ്റമി എന്ന് പറഞ്ഞാല് വിവാഹബന്ധം നിഷിദ്ധമായവർ, അവിടെയും മംനൂ ആണ്. അപ്പൊ ശരിക്ക് ഈ എന്താണ് മുഹറമത്ത് എന്ന് പറയുന്നത് എന്താണ് തടയപ്പെടുക എന്നുള്ളതാണ് അതിന്റെ ഭാഷാപരമായ അർത്ഥം. അതൊന്ന്. ഇനി രണ്ടാമത്തേത്, നമ്മൾ ഇതിലേക്ക് കടക്കുന്ന സമയത്ത് അൽ അർളുൽ മുഖദ്ദസ, ഇവര് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൽപ്പന നൽകി. പക്ഷെ ആ കൽപ്പന അവര് പുച്ഛത്തോടു കൂടി അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ അഹങ്കാരത്തോടു കൂടിയിട്ട് അവരതിനെ തള്ളിക്കളഞ്ഞു. അങ്ങനെ തള്ളിക്കളഞ്ഞപ്പോ സ്വാഭാവികമായും പ്രവാചകൻ അതിന് എന്താണ് സഹി കെട്ടിട്ട് ഇവർ രണ്ടുപേരെയും അല്ലെങ്കിൽ ഞങ്ങളെയും അവരെയും വേർപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുകയും ചെയ്തു. ആ ശിക്ഷയാണ് ഇവിടെ വിലക്കായി അവതരിക്കുന്നത്. പല രൂപത്തിൽ അള്ളാഹു ശിക്ഷിക്കും. ഒരു സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കും. അത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അല്ലെങ്കിൽ ആദ് സമൂഹത്തെ, സമൂദ് ഗോത്രത്തെ, അവരൊക്കെയും നശിപ്പിച്ചത് ഒരു സമൂഹത്തെ ഒന്നടങ്കം, അതിലെ ആളുകളെയും ഒന്നടങ്കം നശിപ്പിക്കുക. ഇനി ആ സമൂഹത്തിലെ എന്താണ് ഇപ്പോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ മുഴുവൻ കപ്പലിലാക്കി മറ്റുള്ളവരെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചത്. എന്താണ് ഫറോവയുടെ സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ എന്താണ് സമൂഹത്തിന് പോറലൊന്നും ഏൽക്കാതെ അതേസമയം തന്നെ എന്താണ് അതിൽ അക്രമികളായ ആളുകളെ നശിപ്പിക്കുകയാണ് ചെയ്തത്. ഖുർആൻ ക്ലാസ്സിൽ തന്നെയുള്ള ഒരാള് വോയിസ് അയച്ചപ്പോഴാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചത്. എന്ന് പറഞ്ഞാല് ആ നാഗരികത അള്ളാഹു നശിപ്പിച്ചിട്ടില്ല. ആ നാഗരികത അള്ളാഹു നശിപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് ആരെ നശിപ്പിച്ചത്? ഫറോവയെയും കൂടെയുള്ള ആളുകളെയുമാണ് നശിപ്പിച്ചത്. അപ്പൊ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷക്ക് പല രീതികളുണ്ട്. ആ രീതികളിൽ ഒന്നാണ് ഇത്. എന്ത്? ഈ ഭൂമി അവർക്ക് അള്ളാഹു നിഷിദ്ധമാക്കി എന്ന് പറയുന്നത്. അപ്പോ തഹരീം വരുമ്പോ, അപ്പൊ വിശുദ്ധ ഖുർആനില് ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു, നിങ്ങൾക്ക് എന്താണ് ശവം നിഷിദ്ധമാണ്, അതുപോലെ തന്നെ രക്തം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞിട്ട് ഓരോ ഇനങ്ങളും ഇങ്ങനെ പറയുന്നു. അപ്പൊ അത് കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാവും എന്താണ് നിഷിദ്ധമായത്. അത് തിന്നൽ നിഷിദ്ധമാണ്. ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു എന്നൊക്കെ പറയുമ്പോൾ അത് തിന്നുന്നതിനെ കുറിച്ചാണ് അവിടെ തഹരീം എന്ന് മനസ്സിലാവും. അതുപോലെ ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മമാർ നിഷിദ്ധമാണ്, നിങ്ങളുടെ പെൺമക്കൾ നിഷിദ്ധമാണ് എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് അത് വിവാഹ ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞിടത്തും ഇവിടെ പറഞ്ഞിടത്തും വിവാഹം നിഷിദ്ധമാണ് എന്നോ ഭക്ഷണം നിഷിദ്ധമാണ് എന്നൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ശൈലിയിൽ നിന്ന് അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇന്നതാണ് നിഷിദ്ധമായത് എന്ന്. ഇവിടെയും കൃത്യമാണ് കാരണം. അപ്പൊ അതെന്താണ്? ഇതുവരെ ഇത് നിങ്ങൾക്കുള്ള ഭൂമിയാണ്, നിങ്ങൾ അങ്ങോട്ട് കടന്നുകൊള്ളുക. നിങ്ങൾ അങ്ങോട്ട് കടന്നാൽ ബാക്കി ആരേറ്റു? അള്ളാഹു ഏറ്റു എന്നാണ് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായും നിഷിദ്ധമായത് എന്താണ്? അങ്ങോട്ട് കടക്കുന്നത് തന്നെയാണ് നിഷിദ്ധമായത്. അങ്ങോട്ട് കടക്കുന്നത് തന്നെയാണ് നിഷിദ്ധമായത്. നിങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ ഇനി നിങ്ങൾ കടക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങൾക്ക് അവിടെയുള്ള ഭൂമി സ്വായത്തമാക്കാൻ, ഉടമപ്പെടുത്തുവാൻ നിങ്ങൾക്ക് എന്തില്ല? അധികാരമല്ല, നിങ്ങൾക്ക് നിഷിദ്ധമാണ്. അതാണ് ഖാല ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം. അലൈഹിം എന്ന് പറഞ്ഞാല് ഫഫ്റുഖ് ബൈനനാ വബൈനഹും എന്ന് പറഞ്ഞില്ലേ? ബൈനഹും, അവർക്കും ഇടയിൽ. ആ അവരെയാണ് ഇവിടെ എന്ത് പറയുന്നത്? കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ മുഹറമത്തുൻ അലൈഹിം, തഹരീം കൃത്യമായി ശിക്ഷ ഇറങ്ങി, നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് കടക്കാൻ പാടില്ല. പക്ഷെ ആ ശിക്ഷ എന്താണ്? താൽക്കാലികമാണ്, അതൊരു പെർമനന്റ് അല്ല. ആ താൽക്കാലികം എന്താണ് അതിന്റെ കണക്ക് എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അപ്പോ മുഹറമത്തുൻ അലൈഹിം അർബഈന സന, 40 വർഷത്തോളമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
അവർക്കത് നിഷിദ്ധമാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഹറാമാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവരെ അൽ അർളുൽ മുഖദ്ദസയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ളത്. അർബഈൻ എന്നുള്ളതാണ് ആദ്യത്തത്. 40. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കണക്കുകൾ ഇങ്ങനെ സാധാരണ പറയാറുണ്ട്. അപ്പോ എന്താണ് ഈ കണക്കുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾക്കിടയിൽ ചിലപ്പോ എണ്ണങ്ങൾ ഇങ്ങനെ പറയും, ഖൈറും മിൻ അൽഫി സന എന്ന് പറയും, ചിലപ്പോ 7 പറയും, 70 പറയും, 700 പറയും, അങ്ങനെയൊക്കെയുള്ള ഓരോരോ പ്രയോഗങ്ങളുണ്ട്. മിക്കവാറും എണ്ണങ്ങൾ എണ്ണത്തെ കുറിക്കുന്നതല്ല. ഒന്നുകൂടി പറയാം, മിക്കവാറും എണ്ണങ്ങൾ എണ്ണത്തെ കുറിക്കുന്നതല്ല. ഉദാഹരണമായിട്ട് മുനാഫിക്കുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഇസ്തിഗ്ഫാർ നടത്തുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് 70 മറ, നിങ്ങൾ 70 തവണ അവർക്ക് വേണ്ടിയിട്ട് പാപമോചനം നടത്തിയാലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. ഒരിടത്തിരിക്ക്. അപ്പോ 70 തവണ പാപമോചനം വർത്തിച്ചാലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന്. അപ്പൊ അതിന്റെ അർത്ഥം 71 തവണ നടത്തിയാൽ പുറത്തു കൊടുക്കുമെന്നാണോ? അല്ല. എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ പറയില്ല, നീ എന്താണ് 100 വട്ടം ചോദിച്ചാലും ഞാൻ തരൂല എന്നൊക്കെ പറയുന്നത് അത് എണ്ണത്തെ കുറിക്കുന്നതല്ല, അത് അതിന്റെ വലിപ്പത്തെ കുറിക്കുന്നതാണ്. അതിന്റെ ലിത്തക്സീർ എന്നാ പറയാ, അതിന്റെ ധാരാളിത്തത്തെ കുറിക്കുന്നതാണ്. അപ്പൊ അത് പ്രതിഫലവുമായി ബന്ധപ്പെട്ട സംഗതികൾ അങ്ങനെയൊക്കെയാണ്. 27 ഇരട്ടി എന്നൊക്കെ പറയുന്ന കുറെ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളിൽ. അപ്പൊ അതൊരു എണ്ണമല്ല എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എണ്ണമറ്റ വിധത്തിൽ ധാരാളമായി എന്നൊക്കെ കുറിക്കുന്നതാണ്. അപ്പൊ എണ്ണവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പ്രയോഗം. അതേസമയം എണ്ണവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ രൂപത്തിലുള്ള പ്രയോഗം അത് കൃത്യമായ എണ്ണത്തെ തന്നെ പറയുന്നതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് മീറാത്തുമായി ബന്ധപ്പെട്ട ആയത്തുകളിലെ കണക്കുകൾ, അതല്ലെങ്കിൽ ഹംലുഹു വ ഫിസാലുഹു 30 ഷഹ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വ ഫിസാലുഹു ഫി ആമൈൻ 2 വർഷം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ എന്താണ് കണക്കുകൾ പറയുന്നിടത്ത് കണക്കാക്കി തന്നെ പറയുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങൾ വേറെ. അപ്പൊ ഇത് രണ്ടും നമ്മൾ കൃത്യമായിട്ട് വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അർബഈന എന്നുള്ളത് എണ്ണം തന്നെയാണ് എന്ന് പറഞ്ഞാൽ 40 വർഷം. അപ്പൊ എന്തുകൊണ്ട് 40 വർഷം എന്നുള്ള ഒരു ചർച്ച വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിലുണ്ട്. അപ്പൊ അതില് കൃത്യമായ ഒരുപാട് അഭിപ്രായങ്ങൾ ഓരോരുത്തർ പറയുന്നുണ്ട്. പക്ഷെ അതില് ഏറ്റവും കൃത്യമായ അല്ലെങ്കിൽ ബോധ്യപ്പെടുന്ന ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, ഒരു ജനറേഷൻ കഴിഞ്ഞു പോകാനും അടുത്ത ജനറേഷൻ കടന്നു വരാനുമുള്ള ഏറ്റവും കുറഞ്ഞ കാലയളവാണ് 40 വർഷം എന്ന് പറഞ്ഞാല് ഭീരുക്കളും അതുപോലെ തന്നെ അഹങ്കാരികളുമായ ഈ ഒരു ജനറേഷൻ കഴിഞ്ഞ് അടുത്ത ജനറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിന് ഇനി യോഗ്യതയില്ല എന്നുള്ളതാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല 40 വർഷം നിഷിദ്ധമാക്കി എന്ന് പറഞ്ഞാൽ മൂസായുടെ കൂടെ ഉണ്ടായിരുന്ന അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പറയുന്ന ജനതയ്ക്ക് ഇനി അങ്ങോട്ട് കടക്കാൻ എന്തില്ല, അവകാശമില്ല എന്നുള്ളതാണ്. അപ്പൊ വർഷമല്ല, വർഷം 40 എന്നുള്ളത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ജനറേഷൻ ഇനി അങ്ങോട്ട് കടക്കാൻ, നിങ്ങൾക്കിനി അങ്ങോട്ട് കടക്കാൻ യോഗ്യതയില്ല. അപ്പൊ ഒരു ജനറേഷൻ കഴിഞ്ഞ് അടുത്തൊരു പുതിയ ജനറേഷൻ കടന്നു വന്നിട്ടാണ് അടുത്തൊരു ജനറേഷന് ഇനി അതിന് യോഗ്യതയുള്ളൂ എന്ന് മാത്രമല്ല നിങ്ങൾക്കതിന് പ്രാപ്തിയുമില്ല എന്നുള്ളതാണ്. ഒന്ന്, നന്ദികേട് കൊണ്ട് നിങ്ങൾക്കതിന് യോഗ്യതയില്ല. രണ്ടാമത്തേത്, നിങ്ങളുടെ മാനസികമായ നിലവാരം അങ്ങേയറ്റത്തെ ദുർബലമായതുകൊണ്ട് നിങ്ങൾക്ക് എന്തില്ല, അതിന് അർഹതയുമില്ല, അതിനുള്ള യോഗ്യത കപ്പാസിറ്റിയും നിങ്ങൾക്കുമില്ല. അപ്പൊ ഈ രണ്ടർത്ഥത്തിലാണ്, ഒന്നാമത്തേത് ശിക്ഷ എന്നുള്ള അർത്ഥത്തിൽ, രണ്ടാമത്തേത് അതിനുള്ള പ്രാപ്തിയും നിങ്ങൾക്ക് ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ് അടുത്ത ഒരു ജനറേഷൻ വരട്ടെ എന്നുള്ളതാണ് അർബഈൻ എന്നുള്ളതിന്റെ കണക്ക്, 40 എന്നുള്ളതിന്റെ കണക്ക്. ഈ 40 കഴിഞ്ഞതിന് ശേഷം അർബഈന സനതൻ എന്നാണ് പറഞ്ഞത്. സനത്ത് എന്നുള്ളതിന് ഒരുപാട് അതിന്റെ അസ്ല് എന്താണ് എന്നുള്ളതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അതിലെ കുറച്ചുകൂടിയൊക്കെ സൂക്ഷ്മമായ അഭിപ്രായം സൻഹത്ത് എന്നുള്ളതാണ്.
സൻഹത്ത് എന്നുള്ളതാണ് അതിന്റെ അസ്ല്. അതിൽ നിന്ന് ഹാ മഹ്ദൂഫ് അഥവാ ഡിലീറ്റഡ് ആണ്. എന്നിട്ട് ഹാന്റെ ഈ ഫത്തഹ് എങ്ങോട്ട് പോയി? നൂനിലേക്ക് പോയി. അതെന്തായി? സനത്തായി തീർന്നു എന്നാണ്. സാധാരണ സനഹ എന്നുള്ള പദത്തിൽ നിന്ന് സനഹത്തിൻ നഖ്ലത്തു, സനഹത്തി സനഹത്തിൻ നഖ്ലത്തു വതസന്നഹത് ഇദാ അതാ അലൈഹാ അസ്സിനൂൻ. അതായത് വരൾച്ച ബാധിച്ചാൽ, വരൾച്ചയുള്ള കാലം കടന്നു വന്നാൽ, ഈ പറയുന്ന എന്താണ് ഈത്തപ്പനകളൊന്നും കുലക്കാതെ കായ്ക്കാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലം, ആ കാലത്തിനാണ് ശരിക്കും എന്ത് പറയുക? സനഹത്തിൻ നഖ്ലത്തു വതസന്നഹത് എന്ന് പറയുക. അപ്പോ ശരിക്ക് അർളുൻ സനത്തുൻ എന്ന് പറഞ്ഞാല് അർളുൻ മുജ്ദിബത്തുൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ വരണ്ടുണങ്ങിയ എന്താണ് വെള്ളമൊന്നുമില്ലാതെ ആകെ കഷ്ടപ്പെടുന്ന കാലത്തിനാണ് എന്ത് പറയുക? അങ്ങനെയുള്ള ഭൂമിക്കും കാലത്തിനും സമയത്തിനുമൊക്കെയാണ് യഥാർത്ഥത്തിൽ സനത്ത് എന്ന് ഭാഷയിൽ ധാരാളമായിട്ട് പ്രയോഗിക്കാറുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഭാഷ. വിശുദ്ധ ഖുർആനില് നമ്മള് വർഷത്തെ കുറിക്കാന് 2 പദങ്ങളുണ്ട്. ഒന്ന് സനത്ത്, രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തത് ആമുൻ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു ആയത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ സമൂഹത്തിലേക്ക് നമ്മൾ അയച്ചു. ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫലബിത ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമ. അൽഫ സനത്തിൻ ഇല്ലാ 50 ആമ. അപ്പോ അൽഫിന്റെ കൂടെ സനത്തും 50ന്റെ കൂടെ ആമുമാണ് പ്രയോഗിച്ചത്. എന്ന് പറഞ്ഞാല് അദ്ദേഹം അവർക്കിടയിൽ 1000 വർഷം ജീവിച്ചു. ആര്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 1000 വർഷം അവർക്കിടയിൽ ജീവിച്ചു. അതില് 50 വർഷം ഒഴികെ, 50 വർഷം ഒഴികെ, അതായത് തന്റെ ജനതയ്ക്കിടയിൽ. അപ്പോ അവരെ നശിപ്പിച്ചതിന് ശേഷം വിശ്വാസികളുടെ കൂടെ ചെലവഴിച്ച കാലമാണ് എന്ത്? ഈ 50. പക്ഷെ അതിനെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആമി എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അവർക്കിടയിൽ ജീവിച്ച കാലത്തിന് എന്താ പ്രയോഗിച്ചിട്ടുള്ളത്? സനത്ത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് കഠിനമായ വർഷങ്ങളായിരുന്നു, പ്രയാസകരമായ വർഷങ്ങളായിരുന്നു. ആമി എന്ന് പറഞ്ഞാൽ സാധാരണയുള്ള വർഷങ്ങൾക്കാണ് എന്ത് പറയുക? ആമി എന്ന് പ്രയോഗിക്കാറുള്ളത്. അതായത് ഇത് കോമൺ ആയിട്ട് സാധാരണ ധാരാളമായിട്ട് പ്രയോഗിക്കാറ്. അതാണ് ഞാൻ നേരത്തെ ഈ പദം കടന്നു വരുന്ന അർളുൻ സനത്തുൻ എന്ന് പറയുന്നത് മുജ്ദിബത്തുൻ എന്നാണ്. അതുപോലെ തന്നെ അഖദത്തുഹും സനത്തുൻ എന്ന് പറഞ്ഞാല് അവർക്ക് വരൾച്ച ബാധിച്ചു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അത് പ്രയോഗിച്ചിട്ടുണ്ട്. വലഖദ് അഖദ്ന ആല ഫിർഔന ബിസ്സിനീന, വലഖദ് അഖദ്ന ആല ഫിർഔന ബിസ്സിനീന വനഖസിം മിനസ് തമറാത്തി ലഅല്ലഹും യസ്സക്കറൂൻ. നമ്മള് എന്താണ് ഫിർഔൻ കുടുംബത്തിന് അല്ലെങ്കിൽ ഫിർഔനിന്റെ ആളുകൾക്ക് സിനീൻ കൊണ്ട്, വരൾച്ച കൊണ്ട് നമ്മൾ അവരെ ശിക്ഷിച്ചു. വനഖസിം മിനസ് തമറാത്തി, അവർക്ക് അവരുടെ ഫലം നമ്മൾ കുറക്കുകയും ചെയ്തു. ലഅല്ലഹും യസ്സക്കറൂൻ, അവരൊരു പക്ഷേ ഉത്ബുദ്ധരായേക്കാം. അപ്പോ വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായിട്ട് സിനീൻ എന്നുള്ള അർത്ഥം വരൾച്ചയെ കുറിക്കാൻ അല്ലെങ്കിൽ വരൾച്ചയുള്ള വർഷങ്ങളെ, കാലങ്ങളെ കുറിക്കാൻ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ധാരാളമായിട്ട് അങ്ങനെയാണ് പ്രയോഗിക്കാറുള്ളത്. ഈ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തില് അദ്ദേഹം കാണുന്ന എന്താണ് രാജാവ് കാണുന്ന സ്വപ്നത്തിന് അദ്ദേഹം നൽകുന്ന വ്യാഖ്യാനമുണ്ട്. അപ്പൊ ആ വ്യാഖ്യാനം എന്താണ്? അവർക്ക് ആദ്യം വരൾച്ചയുണ്ടാകും, പിന്നീട് സുഭിക്ഷത അല്ലെങ്കിൽ പിന്നീട് കഷ്ടപ്പാട് മാറും എന്നുള്ളതാണ്. അപ്പോ ആ ആയത്തില് തസ്റഊന സബ്അ സിനീന ദഅബൻ, തസ്റഊന സബ്അ സിനീന ദഅബൻ എന്നാണ് പറയുന്നത്. ഫമാ ഹസദ്തും ഫദറൂഹു ഫീ സുംബുലിഹി ഇല്ലാ ഖലീലൻ മിമ്മാ തഅകുലുൻ.
പിന്നെ ഒക്കെ വിശദീകരിച്ചതിന് ശേഷം പിന്നെ അടുത്ത് വരുന്ന വർഷത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? തുമ്മ യഅതി മിൻ ബഅദി ദാലിക ആമുൻ, മിൻ ബഅദി ദാലിക ആമുൻ എന്നാണ്. അപ്പോ അവിടെ ആദ്യം സിനീൻ എന്നും പിന്നെ രണ്ടാമത് പറഞ്ഞിടത്ത് ആമ് എന്നുമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സാധാരണ സിനീന് എന്ന് പ്രയോഗിക്കാറുള്ളത് ഭാഷാപരമായിട്ട് വരൾച്ചയുള്ള പ്രയാസമുള്ള വർഷങ്ങളെയൊക്കെ കുറിക്കാനാണ്. വർഷങ്ങൾക്കനുസരിച്ച് എന്താ പറയാ, വർഷങ്ങളെ തുടർന്നുള്ള മാറ്റത്തെ കുറിക്കാനും ശരിക്കും ഈ പദം പ്രയോഗിക്കാറുണ്ട്. ഈ എന്താണ് വിശുദ്ധ ഖുർആനിൽ വൻളുർ ഇലാ തുആമിക വശറാബിക ലം യതസന്ന എന്ന് പറയുന്നുണ്ട്. അപ്പോ 100 വർഷം ഉറക്കി കിടത്തിയ അല്ലെങ്കിൽ മരിപ്പിച്ച് കിടത്തിയ ആ ഒരു എന്താണ് ചരിത്രത്തെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അതില് നിന്റെ ഭക്ഷണത്തെ നീ നോക്കൂ, നിന്റെ പാനീയത്തെ നോക്കൂ, അത് കാലത്തെ തുടർന്നുള്ള മാറ്റങ്ങളൊന്നും അതിനെ ബാധിച്ചിട്ടില്ല. ലം യതസന്ന എന്ന് പറയുന്നുണ്ട്. അപ്പോ സനത്ത് എന്ന് പറയുന്നത് പ്രയാസകരമായ വർഷങ്ങളെ കുറിക്കാൻ ആണ് ധാരാളമായിട്ട് പ്രയോഗിക്കാറുള്ളത്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ്. കാരണം ഇതെന്താണ്? ശിക്ഷാകാലയളവാണ്. ശിക്ഷാകാലയളവ് ഒരിക്കലും എന്തല്ല, സുഖകരമായ ഒന്നല്ല, അത് പ്രയാസകരമായ ഒന്നാണ്. അപ്പൊ സ്വാഭാവികമായും അവിടെ അതിനെ കുറിക്കാൻ വേണ്ടിയിട്ട് പ്രയോഗിച്ചിട്ടുള്ളത് സനത്ത് എന്നുള്ള പദമാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാല ഫഇന്നഹ മുഹറമത്തുൻ അലൈഹിം 40 സന. പിന്നെ അതിനുശേഷം യതീഹൂന ഫിൽ അർള്, യതീഹൂന ഫിൽ അർള്. താഹ എന്നുള്ളതാണ്. താഹ യതീഹു. തൗഹൻ എന്നുമുണ്ട് മസ്ദർ, തൈഹൻ എന്നുമുണ്ട്, തീഹൻ എന്നുമുണ്ട്. താഹ യതീഹു. അപ്പൊ ഇദാ ദഹബ മുതഹയ്യിറൻ വളല്ല, ഇദാ ദഹബ മുതഹയ്യിറൻ വളല്ല. അത്തൈഹ എന്ന് പറഞ്ഞാല് അൽ അർളുല്ലത്തി ലാ യുഹ്തദാ ഫീഹ, അൽ അർളുല്ലത്തി ലാ യുഹ്തദാ ഫീഹ. ചില സ്ഥലത്തിലേക്ക് നമ്മൾ ഇറങ്ങി അവിടെ കുടുങ്ങിപ്പോവും എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകണം നമുക്ക് തിരിയില്ല. നമ്മളെ മരുഭൂമിയിലൊക്കെ കയറിയ ഏകദേശം അങ്ങനൊക്കെ ആയിരിക്കും. അപ്പോ അങ്ങനെ കയറിയാ കുടുങ്ങുന്ന സ്ഥലങ്ങൾക്കാണ്, ഭൂമിക്കാണ്, ഭൂപ്രദേശങ്ങൾക്കാണ് എന്ത് പറയുക? അത്തൈഹ. പിന്നെന്താ സംഭവിക്കുക? പിന്നെ പരിഭ്രാന്തനായിട്ട് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്യുക. അപ്പോ ആ സാധനമാണ് എന്ത്? താഹ എന്ന് പറയുന്നത്. അതായത് പരിഭ്രാന്തിയോടുകൂടി നടന്ന് വഴി തെറ്റിക്കുക. ഒരു ഹദീസില് എന്താണ്? ഇന്നക ഉംറുഉൻ തായിഹുൻ എന്ന് പറയുന്നുണ്ട്. ഇന്നക ഉംറുഉൻ തായിഹുൻ. ഇത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്. അതായത് മുത്ആ വിവാഹവുമായി ബന്ധപ്പെട്ട ഹദീസില് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കി എന്നുള്ളതിനെ നിഷേധിച്ചപ്പോ എന്താണ് അതിന് മറുപടിയായിട്ട് ആര് പറഞ്ഞതാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നക ഉംറുഉൻ താഹിഉൻ, നീ എന്താണ് വഴി തെറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞാൽ ഈ അഭിപ്രായം തെറ്റാണ് എന്ന് കുറിക്കുന്നതിന് വേണ്ടി. അപ്പൊ സാധാരണ അറബി ഭാഷയിലൊക്കെ പ്രയോഗിക്കും താഹത് ബിഹി സഫീനത്തുഹു, താഹത് ബിഹി സഫീനത്തുഹു, അവന്റെ കപ്പല് അവനെയും കൊണ്ട് തെറ്റിപ്പോയി. സാധാരണ സമുദ്രത്തിലൊക്കെ, സമുദ്രം എന്ന് പറഞ്ഞാല് എന്താണ് ഈ പറഞ്ഞ പോലെ മരുഭൂമിയെ കുറിച്ച് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഭൂമിയെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ അങ്ങേയറ്റം വഴി തെറ്റാൻ സാധ്യതയുള്ള, വഴി തെറ്റിയാൽ പിന്നെ അലഞ്ഞു തിരിയാനും പരിഭ്രാന്തിയിൽ അകപ്പെടാനും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സംഗതിയാണ് എന്നുള്ളത് കൊണ്ട് സാധാരണ പറയും താഹത് ബിഹി സഫീനത്തുഹു, അവന്റെ കപ്പൽ അവനെയും കൊണ്ട് തെറ്റി. ഒരാൾ വഴി തെറ്റി പോകുന്നതിന് സാധാരണ ആലങ്കാരികമായിട്ട് ഇത് തന്നെയാണ് പ്രയോഗിക്കാറുള്ളത്. അപ്പോ യതീഹൂന ഫിൽ അർള്,
നേരത്തെ പറഞ്ഞ ഇതില് ശിക്ഷ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞ അൽ അർളുൽ മുഖദ്ദസ അവർക്ക് നിഷിദ്ധമാക്കപ്പെട്ടു എന്നുള്ളതാണ്. രണ്ടാമത്തേത് എന്താണ്? അവർക്ക് അത് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇവര് ഗതി കിട്ടാതെ 40 വർഷം നടക്കുകയും ചെയ്യും എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആ സമൂഹം നശിച്ചു പോകും എന്നുള്ളതാണ് രണ്ടാമത്തെ. അതുകൊണ്ടാണ് ഈ പദം എന്താണ്? യതീഹൂന ഫിൽ അർള്, അവര് ഭൂമിയിൽ ഗതി കിട്ടാതെ അലയുകയും ചെയ്യും. അർള് എന്നുള്ള പദത്തിന്റെ ഒക്കെ ബേസ് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. തഅറള എന്നുള്ളതിൽ നിന്ന് അഖാമ ബി മക്കാനിൻ എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോ എന്താണ് ശരിക്ക് എങ്ങനെയായിരുന്നു ഈ ശിക്ഷ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. എന്ന് പറഞ്ഞാല് അവര് തീയില് അകപ്പെടുകയായിരുന്നു. ഈ എന്താണ് ഒരുപാട് റിസർച്ച് പേപ്പറുകളൊക്കെയും ഈ തീഹിനെ കുറിച്ചുണ്ട്. തീഹ് എന്ന് പറഞ്ഞാല് ഇത് ബനു ഇസ്രായേലിന്റെ തീഹ് ബനി ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രൂപത്തിൽ. അപ്പോ ഒന്ന്, അവർക്ക് ആ ഭൂമി നിഷിദ്ധമാക്കപ്പെട്ടതാണ് ഒന്നാമത്തെ ശിക്ഷ എന്നുള്ളത്. രണ്ടാമത്തേത് നമ്മളിപ്പോ സാധാരണ വനവാസം എന്നൊക്കെ പറയില്ലേ, അതായത് അവരെ കഷ്ടപ്പെടുന്ന ഒരു ജീവിതമായിരുന്നു അവർക്ക് ലഭിച്ചത് എന്നുള്ളതാണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു ശിക്ഷയുടെ ഒരു രീതി എന്നുള്ളത്. പക്ഷെ ഇതിൽ നിന്ന് യഥാർത്ഥത്തില് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളില് ഈ ശിക്ഷയില് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതുപോലെ തന്നെ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഉൾപ്പെട്ടിരുന്നോ, അല്ലെങ്കിൽ ഈ പറയുന്ന തീഹില് അവർ ഉൾപ്പെട്ടിരുന്നോ ഇല്ല എന്നൊക്കെയുള്ള ചർച്ചയുണ്ട്. അപ്പൊ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഒരു വിഭാഗം ആളുകൾ അവരും അതിൽ ഉൾപ്പെട്ടിരുന്നു, പക്ഷെ അവർക്ക് അത് ശിക്ഷയായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തീ തണുപ്പായിരുന്നത് പോലെ കൂനി ബർദൻ വസലാമൻ അല ഇബ്രാഹിം എന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് അത് ശിക്ഷയായിരുന്നില്ല. പക്ഷെ അതൊരു ലോജിക് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതിൽ ഒന്നാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന തന്നെ എന്താണ്? ഫഫ്റുഖ് ബൈനന വ ബൈനൽ ഖൗമിൽ ഫാസിഖീൻ, ഇനി നമ്മളും അവരും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നും വേണ്ട, ഇതോടുകൂടി നമുക്ക് നിർത്താം എന്നുള്ളതായിരുന്നു പ്രാർത്ഥന. അപ്പൊ സ്വാഭാവികമായും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഉത്തരം എന്നോണം ശിക്ഷ ഇറങ്ങിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയും ഈ പ്രാർത്ഥിച്ച പ്രവാചകന്മാരെയും അവരുടെ കൂടെ, ഈവൻ അവർക്ക് ശിക്ഷ ഏൽക്കുന്നില്ല എങ്കിൽ പോലും അവരുടെ കൂടെ നിലനിർത്തുക എന്ന് പറയുന്നത് എന്തല്ല, അതൊരു നല്ല അഭിപ്രായമല്ല യഥാർത്ഥത്തിൽ. അപ്പോ മൂസാ നബിയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതിലുണ്ടായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്നതാണ് കുറച്ചുകൂടി നല്ല ഒരു അഭിപ്രായം. രണ്ടാമത്തേത്, ഈ തീഹ് എന്ന് പറയുന്നത് ഒരു സമൂഹം എപ്പോഴും നിലനിൽക്കുന്നത് ആ സമൂഹത്തിന് ഒരു നായകൻ ഉണ്ടാകുമ്പോഴാണ്. നമ്മളൊരു സമൂഹത്തിന് ഒരു നായകനില്ലെങ്കിൽ, അതുകൊണ്ടാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസുകളിലൊക്കെ നിങ്ങൾ ആകെ 2 ആളുകൾ അല്ലെങ്കിൽ 3 ആളുകളൊക്കെ യാത്ര പോവുകയാണെങ്കിൽ അതിലൊരാളെ എന്താക്കണം, നിങ്ങൾ അമീറാക്കണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇമാറത്ത്, ഒരു നേതൃത്വം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായും വ്യക്തിപരമായിട്ട് ഞാൻ ഈ ആയത്തിനെ മനസ്സിലാക്കുന്നത്, അതിലെ തീഹ് എന്ന് പറയുന്നത് ഫഫ്റുഖ് ബൈനന വ ബൈനൽ ഖൗമിൽ ഫാസിഖീൻ എന്ന് പറയുന്ന ആ പ്രാർത്ഥനയുടെ ഉത്തരം തന്നെയാണ്. എന്ന് പറഞ്ഞാല് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവരിൽ നിന്നും മാറ്റി നിർത്തി. അതായത് അവരുടെ നായകന്മാരിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ വേർപ്പെടുത്തി. അപ്പോ ആ സമൂഹത്തെ നായകന്മാരിൽ നിന്ന് വേർപ്പെടുത്തുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു സമൂഹത്തിന്റെയും നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നേതൃത്വം ഉണ്ടാവുക എന്നുള്ളതാണ്. ആ നേതൃത്വം നഷ്ടപ്പെട്ടു പോയാൽ ആ സമൂഹം ഛിന്ന ഭിന്നമായി പോകും. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വളരെ കൃത്യമായ ഉദാഹരണമാണ്. ഓക്കെ, അപ്പോ അതൊന്ന്. രണ്ടാമത്തേത്, ഇത്രയും, അതായത് ബനു ഇസ്രായേൽ ഈ പറയുന്ന സമൂഹത്തിന് ഒരു സ്വപ്നമില്ല. അങ്ങേയറ്റത്തെ പതിതരായിക്കൊണ്ട്, അല്ലെങ്കിൽ പതിത മനസ്സോട് കൂടിയിട്ടാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെ ഇത്രയും കാലം അവരെ രക്ഷപ്പെടുത്തിയത് ആരായിരുന്നു? പ്രവാചകന്മാരായിരുന്നു. അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും തണലിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്.
അവർക്ക് അനുഗ്രഹം, അതായത് മൂസാ നബി ഫറോവയിൽ നിന്ന് മോചിപ്പിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലാണ്. എന്ന് പറഞ്ഞാൽ അത്രയും കഠിനമായ പ്രയാസങ്ങളിൽ നിന്ന് മോചിപ്പിച്ചത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തൊക്കെയും അവരെ രക്ഷപ്പെടുത്തിയത് ആരായിരുന്നു? മൂസാ നബി ഒരുപാട് ശിക്ഷകൾ ഇറങ്ങിയതാണ്. ഓരോ സന്ദർഭങ്ങളിലും ശിക്ഷകൾ ഇറങ്ങും. ആ സന്ദർഭത്തിലൊക്കെയും, അതായത് പശുവിനെ അറുക്കാൻ പറഞ്ഞ സന്ദർഭം, അതുപോലെ പശുക്കുട്ടിയെ ആരാധിച്ച സന്ദർഭം, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലൊക്കെയും അവരെ മോചിപ്പിച്ച് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് പ്രവാചകന്മാരായിരുന്നു. എന്ന് മാത്രമല്ല, അവർക്ക് ആവശ്യമായ വിഭവങ്ങൾ പോലും പ്രവാചകന്മാർ വഴിയായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത്. പ്രവാചകന്മാർ വഴിയായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത്. അതുകൊണ്ടാണ് എന്താണ് അവരുടെ പ്രവാചകന്മാരുടെ അടുത്ത് വന്നിട്ട് ലനസ്ബിർ അലാ ത്വാമിൻ വാഹിദിൻ ഫദ്ഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ മിമ്മാ തുംബിതുൽ അർളു മിൻ ബഖലിഹാ വഖിത്താഇഹാ വഫൂബിഹാ വഅദസിഹാ വബസലിഹാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നു, ഇനി നിന്റെ റബ്ബിനോട് ചെന്നിട്ട് ഇന്ന സംഗതികളൊക്കെ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്നത് ആര് വഴിയായിരുന്നു? ഈ പ്രവാചകന്മാർ വഴിയായിരുന്നു. അപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവരെ ഈ പറയുന്ന ബനു ഇസ്രായേലിൽ നിന്ന് അടർത്തുന്നതോടുകൂടി എന്ത് സംഭവിച്ചു? ഒന്ന്, അവര്, കാരണം ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാല്, അവര് ഈജിപ്തിൽ തന്നെയായിരുന്നുവെങ്കിൽ അവർക്ക് പ്രശ്നമല്ലായിരുന്നു. ഫറോവയുടെ ആ പീഡനം സഹിച്ചാൽ മതി, അവർക്ക് അവിടെ നിലനിൽക്കാമായിരുന്നു. ഇത് ഈജിപ്തിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്തു. അവർക്ക് അപരിചിതമായ ഒരു പ്രദേശത്തേക്ക് അവർ പുറത്തു കടക്കുകയും ചെയ്തു. അവിടെ നിന്ന് അവരുടെ നേതൃത്വത്തെ അവരിൽ നിന്ന് അടർത്തി മാറ്റുകയും ചെയ്തു. അത് തന്നെയാണ് ശിക്ഷ. അപ്പൊ യതീഹൂന ഫിൽ അർള് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഫഫ്റുഖ് ബൈനനാ വ ബൈനൽ ഖൗമിൽ ഫാസിഖീൻ എന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ യഥാർത്ഥത്തിലുള്ള പ്രാക്ടിക്കൽ വശമാണ്. എന്ന് പറഞ്ഞാല് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് കൂട്ടരെയും പരസ്പരം വേർപ്പെടുത്തി, ആ വേർപ്പെടുത്തിയോടുകൂടി സ്വാഭാവികമായും അല്ലെങ്കിൽ തന്നെ അങ്ങേയറ്റത്തെ ദുരവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളാണ്. അവർക്കിടയിൽ 12 ഗോത്രങ്ങളാണ്. ഒരു നേതൃത്വം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സീനാ പർവ്വതത്തിലേക്ക് പോയപ്പോൾ തന്നെ കച്ചറ ഉണ്ടാക്കിയിട്ടുള്ള വിഭാഗമാണ്. അപ്പോ ആ മൂസ പ്രവാചകനെയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അപരിചിതമായ ഒരു ദേശത്ത് വെച്ചിട്ട് അവരിൽ നിന്ന് വേർപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് എന്ത്? ഈ പറയുന്ന തീഹ് എന്ന് പറയുന്ന ശിക്ഷ. അതാണ് യതീഹൂന ഫിൽ അർള്. അപ്പോ അവര് ആ ഭൂമി അവർക്ക് നിഷിദ്ധമാക്കി, അൽ അർളുൽ മുഖദ്ദസ അവർക്ക് വിലക്കപ്പെട്ടു. അതിന്റെ കൂടെ തന്നെ അവര് ഗതി കിട്ടാതെ, നേതൃത്വമില്ലാതെ, പരസ്പരം ചിഹ്ന ഭിന്നമായി അങ്ങേയറ്റത്തെ ഛിദ്രതയില് ഒരു അനുഗ്രഹവും പറ്റാതെ കഷ്ടപ്പെട്ട് ജീവിച്ചു. ആ ജനറേഷൻ അങ്ങനെ തന്നെ മറ്റുള്ളവർക്ക് ഒരു ഗുണപാഠമാകുന്ന രൂപത്തിൽ ആ ജനറേഷൻ അങ്ങനെ തന്നെ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ 40 സന യതീഹൂന ഫിൽ അർള് എന്ന് പറയുന്നത്. എന്നിട്ടോ ഫലാ തഅസ അലൽ ഖൗമിൽ ഫാസിഖീൻ. അപ്പൊ ഈ ഫലാ തഅസ എന്നുള്ള ഇത് തദീലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആയത്തുകളുടെ അവസാനത്തിൽ ഒരു വാൽ കഷ്ണം ഉണ്ടായിരിക്കും, തദീൽ എന്ന് പറയുന്നത്. ഇത് 2 രൂപത്തിലാവാം. ഒന്ന് ആരോടാവാം? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടാവും. അല്ല മൂസ, നീ ഇതിന്റെ പേരിൽ ദുഃഖിക്കേണ്ട, അവര് ഫാസിഖുകളാണ്, അവരത് അർഹിക്കുന്നതാണ് എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തേത്. രണ്ടാമത്തെ ഒരു ഭാഷ്യം എന്ന് പറയുന്നത് അത് ഖുർആൻ വായിക്കുന്നവർക്ക് നമ്മളോടൊക്കെ ഉള്ളതാണ്. അത് നമ്മള് സ്വാഭാവികമായി ഇത് കേൾക്കുമ്പോൾ അത് കഷ്ടം തന്നെയാണ് എന്ന് തോന്നുമ്പോ ഇത് ഫാസിഖുകളുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് അവര് അർഹിക്കുന്നത് എന്ന് പറയുന്നതാണ് എന്ത്? ഈ ഒരു പ്രയോഗം. അപ്പോ അസ എന്നുള്ളതാണ് ഇതിന്റെ ഫിഅല്. ഫലാ തഅസ, നിങ്ങള് ദുഃഖിക്കേണ്ടതില്ല എന്നാണ്. അപ്പൊ അസ അല മുസീബത്തിഹി എന്ന് പറഞ്ഞ ഹസിന, അസ അല മുസീബത്തിഹി, അയാളുടെ മുസീബത്തിന്റെ പേരിൽ വേദനിച്ചു എന്ന് പറയുന്നതിന് സാധാരണ ഹസിന. അപ്പൊ ഇത് കഠിനമായ വേദനയ്ക്കാണ് ഹുസ്നും അതുപോലെ അസയും തമ്മിലുള്ള വ്യത്യാസമായിട്ട് പറയുന്നത്. എന്തെങ്കിലും ഒരു സംഗതി നഷ്ടപ്പെട്ടതിന്റെ പേരിലൊക്കെയുള്ള, അല്ലെങ്കിൽ ഒരു താൽക്കാലികമായ ഒരു പ്രശ്നത്തിന്റെ പേരിലുള്ള വേദനക്കൊക്കെയും ഇപ്പൊ ഒരാൾ മരിച്ചു, അതിന് ഹുസ്ന് എന്നാണ് പറയുക. പക്ഷെ കുറെ കാലം നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു വലിയ ഒരു പ്രശ്നത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ വലിയൊരു മുസീബത്തിന്റെ പേരിലൊക്കെയുള്ള ദുഃഖത്തിന് സാധാരണ എന്ന് പറയുക അസ എന്നാണ് പ്രയോഗിക്കുക എന്നൊക്കെയാണ് പണ്ഡിതന്മാർ അതിനെ
വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അപ്പൊ ഫലാ തഅസ അല അൽ ഖൗമി അൽ ഫാസിഖീൻ. ഇതില് നമ്മൾ ഈ ചരിത്രം ഇവിടെ അവസാനിക്കുന്ന സ്ഥിതിക്ക് 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തേത്, വിശുദ്ധ ഖുർആനിലെ ചരിത്രങ്ങളൊന്നും ചരിത്രങ്ങളല്ല. ഞാൻ നേരത്തെ അക്കങ്ങളെ കുറിച്ച് പറഞ്ഞ അതേ വർത്തമാനം തന്നെയാണ് പറയുന്നത്. അക്കങ്ങളൊന്നും അക്കങ്ങളല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ചരിത്രങ്ങളൊന്നും ചരിത്രങ്ങളല്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ലോകത്ത് 1,00,000-ലധികം പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 1,00,000-ലധികം പ്രവാചകന്മാരിൽ നിന്ന് ഏതാനും ചില പ്രവാചകന്മാരുടെ കഥകൾ, ചരിത്രങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. ആ ഉദ്ധരിച്ച കഥകളും ചരിത്രങ്ങളും തന്നെ മിക്കവാറും ചിലപ്പോ പലയിടങ്ങളിലായി ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഉദാഹരണമായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തന്നെ ചരിത്രം ഒരുപാട് സൂറത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരേ ചരിത്രം തന്നെ പലയിടങ്ങളിൽ ഫറോവയുടെ അടുത്ത് ചെന്നതും സംസാരിക്കുന്നതുമായിട്ടുള്ള സംഗതികളൊക്കെയും 2-3 തവണയൊക്കെ ആവർത്തിച്ചതായിട്ട് കാണാൻ കഴിയും. അപ്പൊ എന്തുകൊണ്ട് വിശുദ്ധ ഖുർആന് ഇത്രയും കഥകളിൽ ഒതുക്കി എന്നുള്ളത് ഒന്ന്. അതായത് ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ട് കുറച്ച് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ ഒതുക്കി എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, എന്തുകൊണ്ട് പറഞ്ഞ ചരിത്രങ്ങൾ തന്നെ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് രണ്ടാമത്തേത്. അപ്പൊ അതില് അതായത് ഖുർആന് എന്ന് പറയുന്നത് ഖിയാമത്ത് വരെയുള്ള ജനങ്ങൾക്കുള്ള വേദഗ്രന്ഥമാണ്. അപ്പോ ആ കാലഘട്ടത്തെ, അതായത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഖിയാമത്ത് വരെയുള്ള കാലത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജീവിക്കുന്ന സാമൂഹിക ക്രമങ്ങൾ, വ്യത്യസ്തമായ സാമൂഹിക ക്രമങ്ങൾ, അവയ്ക്കുള്ള എക്സാമ്പിളുകളൊക്കെയും വിശുദ്ധ ഖുർആനിലുണ്ട്. എന്ന് പറഞ്ഞാൽ ആ എക്സാമ്പിളിനുള്ള ചരിത്രം മാത്രമാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. എന്ന് പറഞ്ഞാൽ ഇപ്പോ അമേരിക്കയിൽ ജീവിക്കുന്ന മുസ്ലിം, അതല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിം, അല്ലെങ്കിൽ അറബ് ലോകത്ത് ജീവിക്കുന്ന മുസ്ലിം, ഇവർക്കൊക്കെയുമുള്ള ഉദാഹരണങ്ങൾ എവിടെയുണ്ട്? വിശുദ്ധ ഖുർആനിലുണ്ട്. ലോകത്തുള്ള ഏതൊരു മുസ്ലിമിന്റെയും ജീവിക്കാനുള്ള ഉദാഹരണങ്ങൾ. അതേസമയം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മിക്കവാറും സന്ദർഭങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന, ഈജിപ്തിൽ നിരന്തരമായി കാണുന്ന, ഇന്ത്യയിൽ നിരന്തരമായി കാണുന്ന, അതല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിരന്തരമായി കാണുന്ന സ്വേച്ഛാധിപത്യ പ്രവണതകൾ, അത്തരം സംഗതികളൊക്കെ വീണ്ടും വീണ്ടും, അതായത് ധാരാളമായി ആവർത്തിക്കുന്ന സംഗതികളാണ് വിശുദ്ധ ഖുർആനിലെ അള്ളാഹു വീണ്ടും 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 ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഈ വിശുദ്ധ ഖുർആനിലെ ചരിത്രങ്ങളൊന്നും ചരിത്രങ്ങളല്ല, അത് വർത്തമാനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ആ ചരിത്രം നമുക്ക് നമ്മുടെ കാലഘട്ടത്തിലേക്ക് വളരെ കൃത്യമായിട്ട് കോരിയെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അടർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. സ്വേച്ഛാധിപതികളുടെ ചരിത്രം, ദുർബല വിശ്വാസികളുടെ ചരിത്രം, സ്വേച്ഛാധിപതികൾ ഒരു വശത്തു നിന്ന് പൊളിച്ചു തുടങ്ങുന്ന സമയത്ത് ദുർബലരായ ഒരു പറ്റം ആളുകൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ബനു ഇസ്രായേലിനെ പോലെ അങ്ങേയറ്റത്തെ നിന്ദ്യരായിട്ടുള്ള ആളുകൾ അവരുടെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ അതിൽ തൃപ്തിപ്പെടുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ നമ്മൾ ഇന്ത്യയിലേക്ക് ഇങ്ങനെ എടുത്തു നോക്കിയാൽ, നമ്മൾ ജീവിക്കുന്ന പരിസരത്തേക്ക് എടുത്തു നോക്കിയാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അതൊന്ന്. അപ്പോ മൂസാ നബിയുടെയും ഫറോവയുടെയും ചരിത്രം മാത്രമല്ല നമുക്ക് വർത്തമാനം, നേരെ മറിച്ച് ബനു ഇസ്രായേലിന്റെ തീഹം നമുക്ക് വർത്തമാനമാണ്. എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ കൽപ്പന ഏറ്റെടുക്കുവാൻ ഈ ഉമ്മത്ത് എത്ര കാലം വിസമ്മതിക്കുന്നുവോ അത്ര കാലം ഈ ഉമ്മത്ത് തീഹിലായിരിക്കും. ഇപ്പോ തീഹ് എന്ന് പറയുന്നത് ബനു ഇസ്രായേലിന്റെ ചരിത്രം പറയാനല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മളൊക്കെ ഇപ്പൊ തീഹിൽ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ തീഹിന്റെ തുടക്കത്തിലായതുകൊണ്ട് അതിന്റെ കഷ്ടപ്പാട് നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് മാത്രം. അപ്പോ ഈ തീഹ് എന്ന് പറയുന്നത് ഏതോ ഒരു ചരിത്രമൊന്നുമല്ല, ഇനി ഗതി കിട്ടാതെ അലയുന്ന ഒരു സാഹചര്യം നമുക്ക് കടന്നു വരും. ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം 40 സന എന്നുള്ളതും ഒരു ജനറേഷൻ. ഈ ജനറേഷൻ ഏത് ജനറേഷൻ ആണോ ഈ പറയുന്നത് പോലെ ധിക്കാരം പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഏറ്റെടുക്കാൻ വിസമ്മതിക്കുന്നത്, അവര് യതീഹൂന ഫിൽ അർദ്, അവര് ഭൂമിയില് ഈ പരിഭ്രാന്തരായി എന്താണ് എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരും എന്നുള്ളത് വിശുദ്ധ ഖുർആൻ എന്നിട്ട് പറയാണ് ഫലാ തഅസ അലൽ ഖൗമിൽ ഫാസിഖീൻ. അപ്പൊ ഇത് ഫാസിഖീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുന്നത്ത് അതാണ് എന്നുള്ളത്. അപ്പൊ ഇത് ആണ് ഇതിന്റെ ഒന്നാമത്തെ വശം എന്നുള്ളത്. അതുകൊണ്ടാണ്
ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്, യുദ്ധത്തിന് ഇറങ്ങല്ലേ എന്ന് ചോദിക്കുമ്പോ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്ത് ലാ നഖൂലു ലക കമാ ഖാലത് ബനു ഇസ്രായീൽ ലിനബിയിഹിം ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹഉന ഖായിദുൻ. ബനു ഇസ്രായേൽ അവരുടെ പ്രവാചകനോട് പറഞ്ഞതുപോലെ ഞങ്ങൾ താങ്കളോട് പറയുകയില്ല. വലാകിന്നാ നഖൂൽ, മറിച്ച് ഞങ്ങൾ പറയുക ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഫഇന്നാ മഅകുമാ മുഖാതിലൂൻ. നീയും നിന്റെ റബ്ബും ചെന്ന് യുദ്ധം ചെയ്തു കൊള്ളുക, ഞങ്ങളും നിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യുവാൻ തയ്യാറാണ് എന്നാണ് ഞങ്ങൾ പറയുക എന്ന് ആര് പറയുന്നുണ്ട്? മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിന്റെ തൊട്ടു മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. അപ്പോ നമ്മളിപ്പോ മിഖ്ദാദിന്റെ ഭാഗത്താണോ ബനു ഇസ്രായേലിന്റെ ഭാഗത്താണോ എന്നതിനനുസരിച്ചാണ് നമ്മുടെ ഭാവി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി ഫലസ്തീനുമായി ബന്ധപ്പെട്ട ഒരു സംഗതി കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് പിന്നീട് ഈ ഭൂമി പിടിച്ചടക്കുന്നുണ്ട്. അത് യൂശാ ബിൻ നൂന്റെ കാലത്താണ്. ആ ഒരു ചരിത്രം വിശുദ്ധ ഖുർആന് ദാവൂദ് ജാലൂത്തിനെ പരാജയപ്പെടുത്തിയ ഒരു ചരിത്രം പറയുന്നുണ്ട്, കൊന്നുകളഞ്ഞ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഫഹസമൂഹും ബിഇദ്നില്ലാഹ്, താലൂത്തിന്റെ നേതൃത്വത്തിൽ ജാലൂത്തിനെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈന്യം പുറപ്പെടുന്നുണ്ട്. ജാലൂത്ത് ഈ പറയുന്ന മല്ലന്മാരുടെ ഏറ്റവും വലിയ നേതാവായിരുന്നു. താലൂത്ത് ഏറ്റവും ദുർബലനായ പോരാളിയായിരുന്നു. അങ്ങനെ ഫഹസമൂഹും ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി അവരവരെ തകർത്ത് കളഞ്ഞു. വഖതല ദാവൂദ് ജാലൂത്ത, ദാവൂദ് പ്രവാചകൻ ജാലൂത്തിനെ വധിക്കുകയും ചെയ്തു. അപ്പോ എന്നിട്ട് ആ ചരിത്രം ഇങ്ങനെ പറഞ്ഞിട്ട്, അപ്പോ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് അവിടെ രാഷ്ട്രം സ്ഥാപിക്കുന്നത് ബനു ഇസ്രായേലിന്റെ പരമ്പരയിൽ. അല്ലാണ്ട് ഇവരൊന്നും അങ്ങോട്ട് കടന്നിട്ടില്ല, ഇവരെ വിലക്കുകയാണ് ചെയ്തത്. പക്ഷെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥാപിച്ച രാഷ്ട്രം എന്തായിരുന്നില്ല? ജൂതരാഷ്ട്രമായിരുന്നില്ല. അതെന്തായിരുന്നു? അത് ഇസ്ലാമിക രാഷ്ട്രമായിരുന്നു. കാരണം എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്നത് എന്തായിരുന്നു? ഇസ്ലാമായിരുന്നു. അതല്ലാണ്ട് ദാവൂദ് പ്രവാചകൻ ഒരു യഹൂദിയോ അദ്ദേഹം സ്ഥാപിച്ചത് യഹൂദ രാഷ്ട്രമോ ആയിരുന്നില്ല. അതിന് വിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായിട്ട് തെളിവ് പറയുന്നുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അപ്പോ സുലൈമാന്റെ അടുത്തേക്ക് ബൽഖീസ് വരുന്നുണ്ട്. അങ്ങനെ ബൽഖീസ് അവസാനം എന്താണ്? ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ബൽഖീസിന്റെ പ്രഖ്യാപനം വസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞാൻ സുലൈമാന്റെ കൂടെ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കൂടെ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് ആര് നടത്തുന്നത്? ബൽഖീസ് നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ദാവൂദും അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥാപിച്ചത് ഇസ്ലാമികമായ രാഷ്ട്രമായിരുന്നു. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞങ്ങളെ പരമ്പരയിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ജൂതരാഷ്ട്രമാണ് എന്നുള്ള അവകാശവാദത്തിനും യാതൊരുവിധ ന്യായവുമില്ല എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഇതോടുകൂടി ബനു ഇസ്രായേലിന്റെ ചരിത്രം താൽക്കാലികമായിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് ഇതിനേക്കാൾ ഭീകരമായ മറ്റൊരു ചരിത്രമാണ് വത്ലു അലൈഹിൻ നബഅ ഇബ്നൈ ആദമ ബിൽ ഹഖ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.